ഹലോ ഗൈസ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടിപൊളി ചക്കയാണ് കണ്ട. രാവിലെ തന്നെ ചക്ക വേവിച്ച്. ചക്ക അടിപൊളി തേങ്ങാ ചക്കയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അതിന് ഒപ്പിച്ച മീൻ കറി ഇതാ, അടിപൊളി മീൻ കറിയാണ് കണ്ടാ. നല്ല മീൻ കറി, എന്താ മോദയോ മോദയാന്ന് തോന്നുന്നു മീൻ്റെ കറിയും. ഇവിടെ ചക്കയും മീൻ കറിയും കോമ്പിനേഷനാണോ അല്ലയോ, അതോ ചക്കയും മോര് കറിയും തൈരും, അതിൻ്റെ കൂടെ പഴങ്കഞ്ഞിയൂടെ കുടിക്കണം. എന്താ ടേസ്റ്റ് മക്കളെ അല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചക്കയും മീൻ കറിയൊക്കെ കഴിക്കാൻ തുടങ്ങുക. എല്ലാവരും രാവിലെ ഇങ്ങനെ ഒരു ട്രൈ ചെയ്ത് നോക്ക്. ചക്ക ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ എല്ലായിടത്തും. അത് പറിക്കുക, രാവിലത്തെ കാപ്പിക്കാക്കുക. സ്കൂള് കൂട്ടിയതല്ലേ, മക്കൾക്കൊരു ഉത്സാഹമായി. ചക്കയും പഴങ്കഞ്ഞിയൊക്കെ കൊടുത്താലും മക്കൾ നല്ല ഉഷാറായിട്ടിരിക്കും. പണ്ടൊക്കെ അതൊക്കെയാണ് ഭക്ഷണം, ചക്കയും പഴങ്കഞ്ഞി മീനും ഒക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക, സപ്പോർട്ട് ചെയ്യുക, കൂടെ വിമർശനം അഭിപ്രായം. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടിപൊളി ചക്കയാണ് കണ്ട. രാവിലെ തന്നെ ചക്ക വേവിച്ച്. ചക്ക അടിപൊളി തേങ്ങാ ചക്കയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അതിന് ഒപ്പിച്ച മീൻ കറി ഇതാ, അടിപൊളി മീൻ കറിയാണ് കണ്ടാ. നല്ല മീൻ കറി, എന്താ മോദയോ മോദയാന്ന് തോന്നുന്നു മീൻ്റെ കറിയും. ഇവിടെ ചക്കയും മീൻ കറിയും കോമ്പിനേഷനാണോ അല്ലയോ, അതോ ചക്കയും മോര് കറിയും തൈരും, അതിൻ്റെ കൂടെ പഴങ്കഞ്ഞിയൂടെ കുടിക്കണം. എന്താ ടേസ്റ്റ് മക്കളെ അല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചക്കയും മീൻ കറിയൊക്കെ കഴിക്കാൻ തുടങ്ങുക. എല്ലാവരും രാവിലെ ഇങ്ങനെ ഒരു ട്രൈ ചെയ്ത് നോക്ക്. ചക്ക ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ എല്ലായിടത്തും. അത് പറിക്കുക, രാവിലത്തെ കാപ്പിക്കാക്കുക. സ്കൂള് കൂട്ടിയതല്ലേ, മക്കൾക്കൊരു ഉത്സാഹമായി. ചക്കയും പഴങ്കഞ്ഞിയൊക്കെ കൊടുത്താലും മക്കൾ നല്ല ഉഷാറായിട്ടിരിക്കും. പണ്ടൊക്കെ അതൊക്കെയാണ് ഭക്ഷണം, ചക്കയും പഴങ്കഞ്ഞി മീനും ഒക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക, സപ്പോർട്ട് ചെയ്യുക, കൂടെ വിമർശനം അഭിപ്രായം. ഓക്കെ, ബൈ.